നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ സമയം എത്ര മണിയായെന്നറിയോ? ഇന്ന് സൺഡേ ആണ്. സമയം 7 മണിയാകാൻ പോകുന്നേ ഉള്ളൂ മക്കളെ, 7 മണിയാകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ വിചാരിച്ചു, ഇന്നലെ നമ്മൾ നൈറ്റിൽ ഒത്തിരി താമസിച്ചാണ് ലുലുവിൽ നിന്ന് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറേ താമസം എഴുന്നേക്കത്തുള്ളൂ, കാരണം മോൾക്ക് നാളെ എക്സാം തുടങ്ങുവാണ്. അപ്പം അവൾ ഇന്ന് കുറച്ച് നേരം താമസം എഴുന്നേക്കത്തുള്ളൂ. അപ്പോൾ ഞാനും കുറച്ച് താമസിച്ച് എഴുന്നേറ്റാൽ മതി എന്നൊക്കെ ഓർത്ത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടാണ് കിടന്നത്. പക്ഷേ ഒരു 5:30 അതിന് മുന്നേ എനിക്ക് കോള് വന്നിട്ട് ഇപ്പം ഞാൻ സൈലൻറ്റിലൊക്കെ മറന്നുപോയി. കോള് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം എന്താണെന്നറിയുമോ? ശുഭേ, അബുദാബിയിലേക്ക് നമ്മുടെ ഇങ്ങോട്ട് നമുക്ക് ഓയിലെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് മുഖത്ത് തേച്ചിട്ട് എന്നിട്ടാണ് കഴുകി കളയുന്നത്, പിന്നെ ഫേസ് വാഷൊക്കെ മുഖത്ത് തേക്കാവോ, പിന്നെന്താ അവർ ചോദിച്ചാൽ എനിക്ക് ആദ്യം ഞാനിങ്ങനെ കേട്ടിരുന്നു കേട്ടോ. അപ്പോൾ 2-3 ബെല്ലടിച്ചതിന് ശേഷമാണ് ഞാൻ ഫോൺ എടുത്തത്. നല്ല ഉറക്കമായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ കേട്ടിരുന്നു. ആദ്യമേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നു, ഞാൻ തുറന്നു പറയുക. കാരണം ഞാൻ എത്ര പ്രാവശ്യം നമ്മുടെ ഓയിലിനെ പറ്റി എത്ര തവണ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നു, എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു തരുന്നു. എൻ്റെ വീഡിയോ കറക്റ്റായിട്ട് കാണുന്നവർക്ക് ഇപ്പം കലി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എത്ര പ്രാവശ്യത്തെ പാർച്ചിലായി, ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമല്ല. ഇങ്ങനെ നിങ്ങളിൽ ഒരു 100 ആൾക്കാരെങ്കിലും നിങ്ങൾ വിചാരിക്കും. കാര്യം എനിക്ക് ഇത് പറഞ്ഞു തരുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങളൊന്ന് എൻ്റെ വീഡിയോ എടുത്തിട്ട് താഴേക്കൊന്ന് സെർച്ച് ചെയ്യുക, അപ്പം കിട്ടും. ഞാൻ ആദ്യമേ ഫസ്റ്റ് ചേച്ചിയോട് പിണക്കവും കാര്യങ്ങളും ഒന്നും അല്ല. നമ്മൾ അവർക്ക് ആരോ ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. മുഖം നിറച്ച് കരിമംഗല്യമായിരുന്നു. അപ്പോൾ നാട്ടിലുണ്ടായിരുന്ന ടൈമിൽ വാങ്ങിച്ചു. അപ്പോൾ 2 കുപ്പി വാങ്ങിച്ചു, നന്നായിട്ട് കുറവുണ്ട്. അപ്പോൾ അവരിപ്പോൾ അങ്ങ് പോയി കഴിഞ്ഞിട്ട് ആ 2 കുപ്പി കയ്യിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു പോയപ്പോൾ അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന ആരാണ്ടോ കൊണ്ടോ ഇത് മേടിപ്പിച്ച. പക്ഷേ ആ 2 കുപ്പി ഇങ്ങനെ ആ പറഞ്ഞയാൾ പറഞ്ഞു കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം എന്ന കാര്യം അറിയാമായിരുന്നു. പക്ഷേ എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടതെന്നും ഞാനിങ്ങനെ ചുമ്മാതങ്ങ് മുഖത്ത് ഇങ്ങനെ അങ്ങ് തേക്കുവാ ശുഭേ ഒന്ന് പറഞ്ഞു തരാമോ? അതാണ് 5:30 മണിക്ക് വിളിച്ചെന്നെ ചോദിച്ച ചോദ്യം. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എൻ്റെ വീഡിയോസ് ഒന്നും കണ്ടിട്ടുള്ളല്ലോ, ചേച്ചി ഓയിൽ വാങ്ങിച്ചിട്ടുള്ളതാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ചേച്ചിയോട് പിണക്കോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എൻ്റെ അന്നേരപ്പോഴത്തെ ഒരു അവസ്ഥ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു കുടുംബനാഥ അല്ലെങ്കിൽ ഒരു സ്ത്രീ അവരിങ്ങനെ എല്ലായ്പ്പോഴും ഓരോ ജീവിതത്തിൻ്റെ ഒരു കുടുംബത്തിലെ ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും അല്ലേ, നമ്മൾ അമ്മമാർക്കറിയാം മക്കളുടെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഒരു ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഒരു വീട് നമ്മളെപ്പോഴും മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. ആ ഒരു കുടുംബത്തിൽ അനേകായിരം പ്രശ്നങ്ങളെന്ന് പറയാൻ പറ്റുമല്ല, നമ്മൾ ജീവിച്ച് പോകുമ്പോൾ ഉള്ള ഓരോ കാര്യങ്ങൾ നിസ്സാരം നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങൾ വരെ, നമ്മൾക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ വരെ നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും ഓരോ കാര്യങ്ങളിലല്ലേ. ഞാൻ നിങ്ങളെ ഈ ഒരു ചുരിദാർ എന്ന് ഒരു പ്രാവശ്യം ലൈവ് ഇട്ടപ്പം ഞാൻ തയ്ക്കാൻ പോകുക എന്ന് പറഞ്ഞ് ഇവിടെ വെച്ച എൻ്റെ ഈ ഒരു ചുരിദാറായത് കേട്ടോ. ഞാനന്ന് ഓർക്കുന്നുണ്ടോ, ഞാൻ ബീന ചേച്ചിയോടൊക്കെ പറഞ്ഞില്ലേ ഈ കൈ തയ്ച്ച കേട്ടോ. പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഇന്നലെ വൈകിട്ടായി തയ്ച്ച് കഴിഞ്ഞ്. ഇപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാണ്, കറക്റ്റാണോ, പരുവാണോ, സ്ലിറ്റൊക്കെ കറക്റ്റാണോ എന്നൊക്കെ ഇട്ട് നോക്കിയപ്പം കറക്റ്റാണ് കേട്ടോ. അപ്പോൾ സമയമെടുത്താണെങ്കിലും നമ്മൾ താഴേന്ന് ഓടി മേളിൽ കയറി വന്ന സമയമെടുത്ത് അത് തയ്ച്ച് പൂർത്തിയാക്കി ഞാൻ. അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ വെളിയിലൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി ഒരു വൈഫായിട്ട് മാത്രം അതായത് മറ്റുള്ള പണികളൊന്നും ഇല്ലാതെ ഒരു വൈഫിൻ്റെ റോള് മാത്രം, അതായത് കഞ്ഞിയും കറിയും വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് കഴിയുന്നവർക്ക് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഇത്രയും മാത്രം കുടുംബ ജീവിതം ഇത്രയും മാത്രം ഇതാണെന്നും. ചിലപ്പോൾ മക്കളൊക്കെ മക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് ഓരോ സ്ഥലങ്ങളിലോട്ടൊക്കെ പോയവരായിരിക്കാം, ചെറിയ മക്കളായിരിക്കാം. എന്നാൽ പോലും നമ്മൾക്ക് ഇത്രയും ഒരു എല്ലാവർക്കും അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തെങ്കിലും ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കി തരാമോ? ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് അതിനകത്തോട്ട് ഇതാകാത്തെ? പക്ഷേ നമ്മൾക്ക് സമയമെന്ന് പറയുന്നതും നമ്മൾക്ക് സമയമില്ല എന്ന് നമ്മളൊരു കാര്യം പറയരുത്. അതൊക്കെ കറക്റ്റാണ്. നമുക്ക് സമയത്തിൻ്റെ ഒപ്പം നമ്മൾ സഞ്ചരിക്കണം. ഇതൊക്കെ കറക്റ്റാണ്, ഇതൊക്കെ ശരിയാണ്. എന്നാലും എനിക്ക് ഇപ്പം നമ്മുടെ ഈ ഒരു ഓയിൽ തന്നെ, അതായത് നമ്മുടെ ശുഭാസ് ബ്രൈറ്റനിങ് ഓയിൽ, എനിക്ക് ഇതിനകത്തോട്ടങ്ങ് എൻ്റെ കഠിന പ്രയത്നം, എന്താ പറയുന്നത്, എനിക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് പറയേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും എൻ്റെ വീട്ടുജോലികളും എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എൻ്റെ ഓയിലിന് വേണ്ടിയാണ് ഇപ്പോൾ എൻ്റെ ജീവിതം. നിങ്ങൾ
കോള് വിളിച്ചാൽ ഞാൻ എടുക്കുന്നുണ്ട്. കാര്യം എന്താണെന്നറിയുമോ, എൻ്റെ ബ്രൈഡൽ മേക്കപ്പിൻ്റെയും കൂടെ ഞാൻ ഈ ഒരു വാട്സപ്പ് നമ്പറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് അത് കോൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ മുൻപൊക്കെ ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ വാട്സപ്പിൽ വന്നൊരു ഹായ് പറഞ്ഞാൽ മതി, ഒരു ഹലോ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഓയിലിൻ്റെ കാര്യങ്ങൾ വാട്സപ്പിൽ ചോദിച്ചാൽ മതി, ഞാൻ എല്ലാം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങൾ വിളിക്കുന്ന കോളും ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഓയിൽ ഇത്രയും അല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ മുൻപ് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ, ശുഭ എന്താ ലിപ് ബാം ഉണ്ടാക്കി തരാമെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരോടൊക്കെ എന്താ പറയുന്നറിയുമോ, ഇച്ചിരി ഗ്ലിസറിനും നാരങ്ങാനീരും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചുണ്ടയിലൊന്നും ആക്കി കൊടുത്താൽ മതി, ചുണ്ട് നല്ല സുന്ദരമാകും. വേണ്ട, നമ്മുടെ ഓയിൽ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ചുണ്ടയിലും കൂടെ ഇങ്ങനെയുള്ള ഈ മസാജ് കൊടുത്താൽ മതി. അപ്പോൾ ചുണ്ടിൻ്റെ ടാനൊക്കെ മാറി ചുണ്ടിന് നല്ല ഉള്ള കളറാകും. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയുടെ ഇങ്ങനെ വീഡിയോയിൽ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ള റിവ്യൂസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 1 വർഷമായി നമ്മുടെ ഓയിൽ ഇപ്പം ഓൺലൈനിൽ കൊടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കുറച്ച് പേര് ചേച്ചി അങ്ങനെ കമൻസ് അങ്ങനെ ഒരാളോ രണ്ടാളാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് അപ്പം കുറച്ച് പാടല്ലേ, ഓരോന്നും പോയി സ്ക്രീൻഷോട്ട് എടുത്ത് ഓരോന്നും നമ്മൾ എഡിറ്റ് ചെയ്ത്, പൊന്നു മക്കളെ എനിക്കിതിനൊന്നും സമയമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ഓയിലിന് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ കരിമംഗല്യം നന്നായിട്ട് മാറി എന്ന് പറഞ്ഞ ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ആദ്യം മുൻപിലത്തെ വീഡിയോ ഇങ്ങനെ പറയുന്ന ഒന്നും എൻ്റെ കയ്യിലില്ല. ഇതിപ്പം കുറച്ച് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഞാൻ അതിൽ നിന്ന് എടുത്തത് കേട്ടോ. കുറേ ഉണ്ട്, പക്ഷേ ഞാൻ ഡിലീറ്റ് ആക്കി കളയാം. നിങ്ങൾക്കറിയാമല്ലോ, ഫോണിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം, എന്തുകൊണ്ടാണ് ഡിലീറ്റ് ആക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ ഫോൺ കിട്ടിയതുകൊണ്ടാണ് അതിലേക്ക് വാട്സപ്പ് മാത്രം ഞാൻ ആക്കിയത്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോ ആയിട്ട് വന്നത്, എന്നെ 5:30 മണിക്ക് വിളിച്ചുണർത്തി എന്നോട് ചോദിച്ചത് ഈ ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ വീണ്ടും ചോദിക്കുന്നുണ്ട്, ശുഭ ചേച്ചി ഇത് തേക്കുന്നത് ഞാൻ പിണക്കം കൊണ്ടല്ല, നിങ്ങളെല്ലാവരും അതൊന്നും മനസ്സിലാക്കണം. എനിക്ക് പിണക്കമായിട്ടല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. വാട്സപ്പിൽ കുറേ പേർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയി വീഡിയോ നോക്ക്, വീഡിയോയ്ക്കകത്തുണ്ട്. ഞാൻ കുറേ പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട്. ശുഭ നായർ വ്ലോഗ് താഴേക്കൊന്ന് സെർച്ച് ചെയ്യുക. അത് പിണക്കം കൊണ്ടാണെന്ന് വിചാരിക്കരുത് കേട്ടോ. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് ഇല്ലേ. ഇതിൻ്റെ മുൻപ് ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായെന്ന് തോന്നുന്നു ഇങ്ങനെ ഓയിൽ മസാജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് ഇടാറുണ്ട്. പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് ഓയിലും കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കാണിക്കുന്നതും കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ നിർത്താം. അപ്പോൾ നമ്മുടെ ഓയിൽ എന്തിനൊക്കെ ഉള്ളതാണെന്നുള്ള ക്വസ്റ്റ്യന് ഇപ്പം ഓയിൽ തേച്ചവർക്കും ഇപ്പം പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ പറഞ്ഞതാ. ഇന്നലെ രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചു. ഡോക്ടർ ആദ്യം വീഡിയോ കോളാണ് ചെയ്തത്. വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ എടുത്തില്ല. ഞാൻ കുളിക്കാനായിട്ടൊക്കെ ഒന്ന് പോവാൻ തുടങ്ങുമായിരുന്നു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു കോള് വന്നേക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നതാണ് ബാത്റൂമിൽ നിന്ന് കേട്ടോ. കുളിക്കാൻ കയറിയതേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഡോക്ടർ എന്ന് പറഞ്ഞൊരു പേര് പറയുന്നില്ല, വീഡിയോ കോൾ ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ അങ്ങ് വെച്ചു. അപ്പം അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വാട്സപ്പിൽ മെസ്സേജ് വന്നു, എൻ്റെ കരിമംഗല്യത്തിന് ഒരുപാട് മാറ്റമുണ്ട് ശുഭ, താങ്ക് യു ഡിയർ. പിന്നെ എനിക്ക് ഇനിയും വേണം, ഒരു 2-3 എണ്ണം കൂടെ വേണം, കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട്. എൻ്റെ കറുത്തിരുന്ന മുഖമാണ്, എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് ശുഭ. നെറ്റിയിലും ഞാൻ വിദേശ രാജ്യത്തും ഇടയ്ക്ക് പോയി ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാനായിട്ടാണ്. അപ്പോൾ ഒരു 3-4 എണ്ണം വേണം എന്ന് പറയാനായിട്ടാണ് വിളിച്ചത് കേട്ടോ. അപ്പോൾ ഡോക്ടർമാർ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് നമുക്ക് എൻ്റെ ഓയിൽ തേക്കുന്നത്. അതൊക്കെ വലിയൊരു സന്തോഷമാണ് എനിക്ക് ഓർക്കുമ്പോൾ. ഞാൻ നിങ്ങളുടെ അടുത്തല്ലാതെ പിന്നെ ആരുടെ അടുത്താണ് ഇതൊക്കെ പറയുന്നത്? സത്യം പറഞ്ഞാൽ അതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ കഷ്ടപ്പാടിൻ്റെ, എൻ്റെ പ്രയത്നത്തിൻ്റെ, എൻ്റെ ഇത് നിങ്ങളിൽ അത് എത്തിച്ച് തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ നിങ്ങൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾ ഇന്നലെ ഒരു പായ്ക്കാക്കി അത് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വിട്ടു. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഈ ഓയിൽ എന്തിനൊക്കെ ഉള്ളതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചിലർ. അത് നമുക്ക് കളർ വരും, നല്ല കളർ വരും, മുഖത്തിന് നല്ല ഗ്ലോ വരും, മുഖത്തിന് നല്ല സൗന്ദര്യം വരും. പിന്നെ കഴുത്തിലെ കറുപ്പ് മാറാനെ, കയ്യിലൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഡ്രൈനസ് കാര്യങ്ങൾ, പപ്പടം കാച്ചുമ്പോൾ പൊള്ളുന്ന പാടുകൾ, ഷുഗർ കൊണ്ടുണ്ടായിട്ടുള്ള കറുപ്പുകൾ എല്ലാം നിശേഷം നമ്മുടെ ഓയിലും കൊണ്ട് മാറുന്നതായിരിക്കും. പിന്നെ എസ്പെഷ്യലി കരിമംഗല്യം മാറും. കരിമംഗല്യ ഓയിലെന്ന് നിങ്ങൾ തന്നെ പേരിട്ടതാണ്. കരിമംഗല്യം ഒരുപാട് ജനങ്ങളുടെ നമ്മുടെ കർണാടക, തമിഴ്നാട് ആ ഏരിയ ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ ഒരുപാട് പേരും
നമ്മുടെ ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. വീഡിയോയ്ക്കകത്ത് ഞാൻ കുറേ തവണ ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ഡൗട്ട്സും കാര്യങ്ങളും ഉള്ളവർ എന്നെ വിളിച്ച് ചോദിക്കാതെ, ദയവ് ചെയ്ത് എന്നെ വിളിച്ച് ചോദിക്കാതെ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിച്ചിട്ട് ഞാൻ മസാജ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നീട്ടി വലിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ വലിയ ലെങ്ത് കൂടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലെ ഞാൻ പറയുന്നുണ്ട് വീഡിയോയ്ക്കകത്ത്. അപ്പോൾ നമ്മുടെ ഓയിൽ എങ്ങനെയാണ് തേച്ച് മസാജ് ചെയ്യുന്നത് നമുക്ക് കാണാം. എപ്പോഴും ഓയിൽ ആദ്യമേ ഫസ്റ്റ് കുറച്ചൊന്ന് എടുത്തിട്ട് നമുക്ക് എന്താണോ പ്രശ്നം, അതായത് കരിമംഗല്യമാണോ, മുഖത്തെ കറുത്ത പാടുകളാണോ, ബ്ലാക്ക് സ്പോട്ട്സ് ആണോ, എന്താണെന്ന് നിങ്ങളുടെ മുഖത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അതനുസരിച്ച് മുഖത്ത് തേച്ച് കൊടുക്കണം. അതായത് എല്ലാവരും ചോദിക്കും ഇത് 1 കുപ്പി തേച്ചാൽ മതിയോ 2 കുപ്പി തേച്ചാൽ മതിയോ, അതൊന്നും എനിക്കറിയത്തില്ല. കാരണം നിങ്ങൾക്കാണ് നിങ്ങളുടെ മുഖത്തെ പ്രശ്നങ്ങൾ അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ മുഖത്തെ പ്രശ്നങ്ങൾ അനുസരിച്ച് രാവിലെയും വൈകിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് കരിമംഗല്യം മുഖത്ത് കണ്ടോ, ഞാനിപ്പോൾ അത്രേ എണ്ണ എടുത്തേ ഉള്ളൂ, കുറച്ചെടുത്താൽ മതി. എൻ്റെ മുഖത്ത് നന്നായിട്ട് എനിക്ക് മസാജ് ചെയ്യാനുണ്ട്. പിന്നെ എൻ്റെ കയ്യെ കണ്ടോ ശരിക്കും ഓയിലിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് കഴുത്തയിലോട്ടും ഒക്കെ തേച്ച് മസാജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പിന്നെ ഒരുപാട് പേരുടെ ചുളിവുകൾ മാറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് മഞ്ചിഷ്ട എന്ന് പറയുന്നൊരു സാധനം ഇതിനകത്ത് കുറച്ച് നമ്മൾ കൂടുതലിടുന്നുണ്ട്. അപ്പോൾ അത് ചുളിവുകൾ മാറാനായിട്ടൊക്കെ സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ മുഖത്ത് നന്നായിട്ട് ഇങ്ങനെ ഒരു ചെറിയ മസാജ് കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ഒരാളൊരു കമൻറ്റ് ഇട്ടേക്കുന്നത് കണ്ടു, ചുബൈ ഓയിൽ തേച്ചിട്ട് എൻ്റെ മുഖത്ത് ഒത്തിരി വണ്ണം വെച്ചെന്ന്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ ഒരു മസാജും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി മുഖത്ത് ഒരു തുടിപ്പ് വരും കേട്ടോ. അതുകൊണ്ടാണ്. ഇപ്പം ഒരുപാട് മുഖത്തിന് വലിപ്പമുള്ളവർ ഒത്തിരി മസാജ് ചെയ്യേണ്ട. എൻ്റെ മുഖത്തൊക്കെ നല്ല വലിപ്പമുള്ള മുഖമാണ് കേട്ടോ. എന്നാലും ഞാനിങ്ങനെ ചെറുതായിട്ടൊരു മസാജ് കൊടുക്കും. നമുക്കറിയാമല്ലോ എപ്പോഴും കണ്ണിന് ഇവിടുത്തെ കറുപ്പ് മാറാൻ ഇങ്ങനത്തെ റൗണ്ട് മസാജ് കൊടുക്കുക. പിന്നെ എപ്പോഴും മോതിരവിരൽ കൊണ്ട് തീരെ ഒന്ന് സ്ലോയി വേണം നമ്മുടെ കണ്ണിനടി മസാജ് കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ഇവിടെ കണ്ണട വെച്ച പാടുകളൊക്കെ പോകാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കാം. പിന്നെ അത് മൂക്കിൻ്റെ 2 സൈഡിലെ ട്രൈനസ്, മൂക്കിൻ്റെ ഇവിടെ പോലെ വരുന്നത് എല്ലാം ഒന്നിങ്ങനെ മസാജ് കൊടുക്കാം. പിന്നെ എപ്പോഴും കവളുള്ളവർ ഇങ്ങനത്തെ മസാജ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ കവള് തീരെ ഇല്ല, ഒട്ടി കവളിരിക്കുന്നവർ ഈ ഉള്ളം കൈ കൊണ്ട് നന്നായിട്ടൊരു 10 തവണ ഓയിൽ കൊണ്ട് മസാജ് ചെയ്യുക. ഒരു 10 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ കവിട് തുടുത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്നലത്തെ ആരോ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഇന്നലെ ഓയിൽ മസാജ് ചെയ്തിട്ട് മുഖം വലുതായി ചുടയണം. ഒരുപാട് മുഖത്തിന് ഇവിടെയൊക്കെ ഇങ്ങനെ മുഖം വലിയ റൗണ്ട് വെട്ട മുഖമാണെങ്കിൽ വെറുതെ ഒന്ന് മസാജ് കൊടുത്താൽ മതി കേട്ടോ. അതും 10 മിനിറ്റ് ഒന്ന് മസാജ് കൊടുക്കണ്ടെന്ന് വയ്യ. ഓയിൽ അങ്ങ് മുഖത്ത് തേച്ചിട്ട് പിടിപ്പിച്ചാൽ മതി. അല്ലാതെ ഒരുപാട് നേരം മസാജ് കൊടുത്താലാണ് മുഖം ഇങ്ങനെ വലുതായ പോലെ നിങ്ങൾക്ക് തോന്നും. അതായത് ഞാൻ പറഞ്ഞില്ലേ, കവൾ ഒട്ടിയിരിക്കുന്നവരുടെ ഉള്ളം കൈ കൊണ്ട് ഒരു 10 തവണ മസാജ് കൊടുത്താൽ മതി. എത്രയോ പേര് ചോദിച്ചേക്കുന്നു കവള് ഒട്ടിയിരിക്കുന്നു. അവർക്കൊക്കെ നന്നായിട്ട് കവള് വയ്ക്കും കേട്ടോ. പിന്നെ നമ്മളിത് ഇങ്ങനത്തെ മസാജ് കൊടുക്കുക, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. പിന്നെ ഇങ്ങനെ ഒന്ന് റൗണ്ട് മസാജ് കൊടുക്കുക. നമ്മുടെ ചുണ്ടയിലും കൂടെ കൂട്ടി ഇങ്ങനെ മസാജ് കൊടുക്കുക. നമ്മുടെ ചുണ്ടയിലെ കറുപ്പ് പോകാനൊക്കെ നല്ലതാണ്. നമ്മുടെ ചുണ്ടിന് കളർ വയ്ക്കും കേട്ടോ. ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒരുപാട് ഡെഡായി പോയ ചുണ്ടുകളൊക്കെ ആണെങ്കിൽ നല്ല ആക്റ്റീവ് ആകും കേട്ടോ. നല്ല കളർ വയ്ക്കും കേട്ടോ ചുണ്ടിന്. പിന്നെ ഈ പറഞ്ഞ പോലെ നെറ്റിയെ വരകളും പാടുകളും ഒക്കെ ഉള്ളവർ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനത്തെ മസാജ് കൊടുക്കണം. പിന്നെ അത് റൗണ്ട് മസാജ് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ മസാജ് ചെയ്യുക. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ കയ്യിലെ ഡ്രൈനസ് ഉണ്ടല്ലോ. ചിലരുടെ കൈ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമുക്ക് ഉള്ള പ്രായത്തെ കൂടുതൽ വിളിച്ചു തോന്നിക്കുന്ന കൈകളൊക്കെ ഇല്ലേ ചിലരുടെ കൈകൾ. അപ്പം നന്നായിട്ട് മസാജ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഓയിലും കൊണ്ട് ഒരു 10 ദിവസം മസാജ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ കൈയൊക്കെ നല്ല സൂപ്പർ കൈയാകും കേട്ടോ. കയ്യിലെ ഡ്രൈനസ് എല്ലാം മാറി, ചുളിവുകളൊക്കെ മാറി, കൈ നല്ല ഭംഗിയായിട്ട് വരുന്ന പോലെ നമുക്ക് തോന്നും. കൈക്ക് കളറും വരും. ടാൻ ഇപ്പോഴത്തെ ഈ വെയിലല്ലേ, ഭയങ്കര വെയിലല്ലേ ഇപ്പോഴത്തെ ഈ വെയിലിന് ഈ ഒരു സമയത്ത്, അതായത് ഒരു 7:30 മുന്നേ ആയിട്ട് വൈകുന്നേരം ഒരു 5:30 ശേഷവും ഓയിൽ കൊണ്ട് മസാജ് ചെയ്യുക. 2 നേരം നമ്മുടെ മസാജ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. 2 നേരവും നമ്മുടെ മുഖത്തിൻ്റെ ആവശ്യം അനുസരണം, അതായത് കരിമങ്കലിയൊക്കെ ഉള്ളവർ രാവിലെയും വൈകിട്ടും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ. വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇല്ല 12 മിനിറ്റേ ആയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി സംശയം ഉണ്ടെങ്കിൽ വീഡിയോ സെർച്ച് ചെയ്താൽ മാത്രം മതി. ഞാനിങ്ങനെ കുറേ വീഡിയോസിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്നോട് രാവിലെ ഇതെങ്ങനെയാണ് തേക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഈ രാവിലെ തന്നെ ഈ വീഡിയോ ആയിട്ട് വന്നത്. ഞാൻ അടുക്കളയിലൊന്നും കയറിയില്ല. ഇനി അടുക്കള ജോലിയിലോട്ടൊക്കെ കയറണം. കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതായത് 5:30 ആയപ്പോൾ ഉണർന്നില്ലേ, കുറേ നേരം ഒന്ന് കിടക്കണം, ക്ഷീണമൊക്കെ ഒന്ന് മാറ്റണം. കുറേ ദിവസത്തെ ഉറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ കണ്ണിൻ്റെ അടി നോക്കിയാൽ അറിയാം. ഉറക്കം എനിക്ക് ഇതായില്ലെങ്കിൽ എൻ്റെ മുഖത്ത് നല്ല ക്ഷീണം വരും എനിക്ക്. അപ്പോൾ ഇന്ന് നല്ലതായിട്ട് കിടന്നുറങ്ങണമെന്ന് ഓർത്ത് കിടന്നാലും ഒരു 12:30 ഒക്കെ ആയി കിടന്നപ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രധാന കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ കോട്ടയംകാരും നമ്മുടെ ലുലുവിൽ വരാൻ പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. അങ്ങനെ കോട്ടയത്ത് മാളി അടുത്തുള്ളവരാണെങ്കിൽ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളില്ലേ, സ്റ്റീലിൻ്റെ കുക്കറ്, സ്റ്റീലിൻ്റെ ഇഡലിപ്പാത്രം, സ്റ്റീലിൻ്റെ പുട്ടുവടം, അങ്ങനെ സ്റ്റീലിൻ്റെ എല്ലാ സാധനങ്ങൾക്കും നല്ല വമ്പൻ ഓഫറുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം മയൂരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 3000 രൂപയ്ക്ക് അടുത്താണ് ഞാൻ ബട്ടർഫ്ലൈയുടെ 2890 അങ്ങനെ എങ്ങാണ്ടായിരുന്നു വില കേട്ടോ. ഞാൻ ഒരു 3 ലിറ്ററിൻ്റെ സ്റ്റീലിൻ്റെ കുക്കർ വാങ്ങിച്ചത്. അത് തന്നെ ഇവിടെ 1110 രൂപ. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. അയ്യോ എന്നും പറഞ്ഞ് ഞാൻ എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു ഇതുപോലെ ഞാൻ വാങ്ങിച്ചത് എവിടുന്നാണ് ആ പയ്യൻ ചോദിച്ചു. ഞാൻ അതൊന്നും പറഞ്ഞില്ല എവിടുന്നാണെന്നൊന്നും. ഇപ്പം എല്ലാവരും അറിഞ്ഞല്ലോ അല്ലേ. അല്ല എന്നാലും എത്ര രൂപയല്ലേ, അത് തന്നെ സാധനം ഞാൻ വാങ്ങിച്ച അതേ സാധനം ഈ ഒരു വിലയ്ക്ക് നമ്മുടെ ലുലുവിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ എല്ലാ സാധനങ്ങൾക്കും, നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവർക്ക് കേട്ടോ, എനിക്കിഷ്ടമില്ല നോൺ സ്റ്റിക്ക്. അതുകൊണ്ട് ഞാൻ എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളെല്ലാം ഞാൻ എടുത്ത് കളയാൻ വെച്ചേക്കുവാണ്. എനിക്കെന്തോ നോൺ സ്റ്റിക്കിനോട് പണ്ടേ എനിക്ക് ഇച്ചിരി ഇഷ്ടക്കുറവാണ്. പിന്നെ ഞാൻ ഒരിടയ്ക്ക് പാചകം ഇട്ട് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് കുറച്ച് നാൾ മുന്നേ ആ ഒരു ടൈമിൽ ഞാൻ കുറേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം മേടിച്ചിരുന്നു. പക്ഷേ അതെല്ലാം ഞാനിപ്പോൾ മാറ്റി വെച്ചിരിക്കും. എനിക്കിഷ്ടമില്ല നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്കിനൊക്കെ ഒരുപാട് ഓഫറുണ്ട് കേട്ടോ. ഒരുപാട് ഓഫറുണ്ട്. പക്ഷേ ഞാനൊരു അപ്പച്ചട്ടി വാങ്ങിച്ചു കേട്ടോ. അല്ലാതെ നമുക്ക് ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരിച്ചിരി ഇങ്ങനെ എടുത്ത് വരാനൊരു പാടാണ്. ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് അപ്പമൊക്കെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. പക്ഷേ അത് ഞാൻ വാങ്ങിച്ചു വെറും 200 രൂപയേ ഉള്ളൂ കേട്ടോ. നല്ല സൂപ്പർ പാലപ്പച്ചട്ടി കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഇന്നലെ ഭയങ്കര ആളായിരുന്നു. ഞങ്ങൾ വെറുതെ പോയതാണ്. ഞങ്ങളെന്ന് പറയാൻ പറ്റില്ല, പിള്ളേരും ഇവർ 3 പേരും കൂടെ വെറുതെ പോകാം ബാന്ന് വിളിച്ച് ഞാനും വെറുതെ അവരുടെ അവിടെ നിന്ന് വരുന്ന ഒരു വല്ല ആപ്പിളോ പേരയ്ക്കായോ എല്ലാം കിട്ടിയാൽ വാങ്ങിച്ചുകൊണ്ട് പോരാന്ന് ഓർത്തുകൊണ്ട് പോയതാണ്. പക്ഷെ ഞാനൊരു ഇഡ്ഡലി കുക്കർ വാങ്ങിച്ചു. സ്റ്റീലിൻ്റെ ഇഡ്ഡലി കുക്കറല്ല ഇഡ്ഡലി പാത്രം പോലത്തെ ഒരെണ്ണം വാങ്ങിച്ചു. 1200 രൂപയേ ഉള്ളൂ. ഇത് തന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് കോട്ടയത്ത് നോക്കിയപ്പോഴത്തേനും 1800 മേളിലാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വമ്പൻ ഓഫറുണ്ട് കേട്ടോ. എത്ര ദിവസത്തേനാണെന്നൊന്നും എനിക്കറിയില്ല. പാത്രങ്ങൾ നിരത്തിയിട്ടേക്കുവാണ്. അപ്പം കോട്ടയംകാരെ പോയി നോക്കി എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക. എൻ്റെ ഇഡലിപ്പാത്രം അലുമിനിയത്തിൻ്റെ ആയിരുന്നു കേട്ടോ. അലുമിനിയം ആയിരുന്നു. അപ്പം ഒരു 10-15 വർഷമായതായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഒരു 15 ഇഡലി ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിൻ്റെ ഉണ്ട്, കിണ്ണത്തപ്പൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടെ കൂട്ടിയാൽ കേട്ടോ. ഇഡലിയുടെ തട്ട് മാത്രമല്ല ബാക്കി എല്ലാം അതിനകത്തുണ്ട്. അത് നല്ലതാണ്, ഇഷ്ടപ്പെട്ടു. പിന്നെ പാലപ്പച്ചട്ടി 200 രൂപയ്ക്ക് കിട്ടിയത് ലാഭമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ എന്താ ഒരുപാട്. പിന്നെ പുട്ടുകുറ്റി, നമ്മൾ ചിരട്ടപ്പുട്ട്, 3 ലിറ്ററിൻ്റെ കുക്കർ, ഇത് എല്ലാം കൂടെ കോംബോ ഓഫറുണ്ട് കേട്ടോ. അതിനും വേണ്ടൊക്കെ നല്ല ലാഭമാണ്. നിങ്ങൾ പോയി നോക്ക്, എന്നാലേ മനസ്സിലാവുള്ളൂ. പിന്നെ ഇന്നലെ തക്കാളി, അത് ഒരാഴ്ചത്തേനുണ്ട് കേട്ടോ. തക്കാളി, തണ്ണിമത്തൻ, പിന്നെ 3 സാധനമുണ്ട്. ഈ ഒരെണ്ണമാണ് എല്ലാത്തിനും തീരെ വിലക്കുറവ്. 10 രൂപ 17 രൂപ വെക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളിന്നലെ വെറുതെ ഒന്ന് പിള്ളേർക്ക് ഇവിടെ നിന്ന് ചൂടെടുക്കുന്ന പറഞ്ഞിട്ട് വെറുതെ പോയതാണ് കേട്ടോ. പക്ഷേ ഒരുപാട് ഓഫറുണ്ട് കേട്ടോ. ഒരുപാട് ഓഫറുണ്ട്. നിങ്ങൾ പോയി നോക്ക്. നമ്മൾ എന്തെല്ലാം അനാവശ്യമായിട്ട് നമ്മൾ കൊണ്ട് പൈസ കളയുന്നു അല്ലേ. നമുക്കറിയത്തില്ലല്ലോ. ഈവൻ പച്ചക്കറി ആണെങ്കിൽ പോലും നമ്മൾ ഒരു കടകളിൽ നിന്ന് വാങ്ങിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു കടകളിൽ നിന്നും പച്ചക്കറി വാങ്ങിക്കരുത്. അത് നമ്മൾ 4 ഇരട്ടി വില എടുക്കുന്നുള്ളൂ. വീട്ടിൽ കൊണ്ടുവന്നപ്പം ഒരു ദിവസം ഫ്രിഡ്ജ് വെച്ചാൽ പോലും അതിനൊരു വല്ലാത്ത. അതേസമയം മാളിലെ പച്ചക്കറികൾ വാങ്ങിച്ച് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കേ. നമ്മൾ ഒരാഴ്ചത്തിനുള്ളിൽ പോയി വാങ്ങിച്ചാൽ മതി. പക്ഷേ എന്ത് നല്ല ഫ്രഷ് സാധനമാണത്. ആപ്പിളിനൊക്കെ എന്നാ ടേസ്റ്റാണ്. ഞാൻ അവരെ ഒരു പ്രമോഷനും കാര്യങ്ങളൊന്നുമല്ല. ഞാൻ കണ്ട കാര്യം, നമ്മൾ കോട്ടയംകാർ കുറേ പേരുണ്ടല്ലോ, പിന്നെ കോട്ടയംകാർ തന്നെയല്ല കേട്ടോ, ദൂരെ നിന്നുള്ള കുറേ ആൾക്കാർ ലുലുവിൽ വന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ഓയിലൊന്നും കൊണ്ട് എത്തിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം നമ്മൾ ഓയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് അറിയട്ടെ.
ഈ ഒരാഴ്ചത്തേനുള്ള ഓഫറാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, പാത്രത്തിൻ്റെ ഒക്കെ കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് പോകട്ടെ, എനിക്കിനി എല്ലാ പണിയും ചെയ്യാൻ കിടക്കുന്നു. അപ്പോൾ ബൈ.